വെൽക്കം ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ടൈറ്റിൽ പേര് വായിച്ച് കാണും എന്താ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ഹെഡ്സെറ്റിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ ഒരു നല്ല പാക്കേജിങ്ങിലാണ് ഇത് വന്നത്. ആമസോൺ പ്രൈം മെമ്പറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കും ഇതേപോലത്തെ ഒരു നല്ല പാക്കേജിങ് വന്നത്. അവർ പ്ലാസ്റ്റിക് റിഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു. അവരാണെങ്കിൽ പേപ്പർ ടേപ്പ് വെച്ചാണ് ഇത് ബോക്സ് എല്ലാം ഒട്ടിച്ചത്. നല്ല ടൈറ്റ് പാക്കിംഗ് ആയിരുന്നു. ആ പേപ്പർ ടേപ്പിൻ്റെ സീലൊക്കെ മുറുകെ എനിക്ക് കുറച്ച് മെനക്കെടേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കുറച്ച് ലാഗായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ റെഡ് ഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വക വരുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റാണ്. ഇത് 7.1 സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്നിട്ട് മുന്നോട്ട് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഇതിൻ്റെ പാക്കിംഗ് വേറൊരു ലെവലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ വരുന്ന പാക്കിംഗ് പോലെ ഒരു ലോക്കൽ പാക്കേജിങ് അല്ലായിരുന്നു, കുറച്ച് പ്രീമിയം ടൈപ്പ് പാക്കേജിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐറ്റം ഇത് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഐറ്റം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണാൻ പറ്റും, ഇവിടെ കോസ്മിക് 7.1 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ല, കോസ്മോസ് 7.1 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഒരു ബില്ലാന്ന് തോന്നുന്നു, ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു തോന്നുന്നു, ഒരു കീറിയൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ ഈ ബില്ല് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ബില്ല് നമുക്ക് കാണാൻ പറ്റും. അറൗണ്ട് 1,999 ആണ് ഇതിൻ്റെ പ്രൈസ്, എന്ന് വെച്ചാൽ ഓൺലൈൻ പ്രൈസ്. നമ്മൾ മാർക്കറ്റിൽ ചെല്ലുവാണെങ്കിൽ 2,500 3,000 എങ്ങാണ്ടാണ് ഇതിൻ്റെ അല്ലാതെ നമുക്ക് സാധാരണ റീറ്റെയിൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 1,000 രൂപയോളം ലാഭം എങ്ങാണ്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ പുറത്ത് ഇതുപോലത്തെ ഒരു QR കോഡുള്ള ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് സ്കാൻ ചെയ്യുവാണെങ്കിൽ സ്റ്റോറി ബോക്സ് എന്നാണ് അവർ പറയുന്നത്. സ്കാൻ ചെയ്താൽ സ്റ്റോറി കിട്ടുമെന്നൊക്കെ ആയിരിക്കും തോന്നുന്നത്. എനിക്ക് വലിയ അറിവൊന്നുമില്ല. നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ഞാനിതൊരു സ്കാൻ ചെയ്തില്ല എന്തായാലും. പിന്നെ നമ്മുടെ ഐറ്റത്തിലോട്ട് നമുക്ക് ഡയറക്റ്റ് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ ഇവിടെ ഫ്രണ്ടിലേ നമുക്ക് കാണാം കോസ്മോ 7.1 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ റെഡ് ഗിയറിൻ്റെ ബ്രാൻഡിങ് ഉള്ള ഒരു ഹെഡ്സെറ്റിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻബിൽറ്റ് മൈക്രോഫോണും എല്ലാം കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ മൈക്രോഫോണിലാണ് ഈ വീഡിയോയുടെ ഈ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ ഒരു കസ്റ്റമൈസബിൾ ഒരു സോഫ്റ്റ്വെയർ കിട്ടും. ആ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഇതിൻ്റെ വോയിസ് എന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ട് സൗണ്ടും മൈക്രോഫോണിലെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വെർച്വൽ 7.1 സറൗണ്ട് സൗണ്ട് സപ്പോർട്ടഡ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ USB ടൈപ്പ് നമ്മുടെ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റാണ്. സാധാരണ നമ്മുടെ 3.5mm ജാക്കിൻ്റെ അല്ല. കാരണം നമ്മുടെ RGB ലൈറ്റിംഗ് വരുന്നതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ 2 കണക്ഷനും വേണ്ടി വരും. എന്നുവെച്ചാൽ നമ്മുടെ 3.5 ജാക്കും വേണ്ടി വരും, USB വേണ്ടി വരും. അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് അവർ കൊടുത്തു. മറ്റേ നമ്മുടെ USB വെച്ചിട്ട് തന്നെ. അതിൻ്റെ പിന്നെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പുറകിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ഇന്ന സാധനങ്ങളൊക്കെ ഇതിലുണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. USB ടൈപ്പാണ്. പിന്നെ എൻ്റെ പ്രൈസും കാര്യങ്ങളുണ്ട്. ഇവിടെ 2,800 900 എങ്ങാണ്ടാണ് ഇവിടെ പ്രൈസ് എഴുതിയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള വെച്ചാൽ ഇത് പുറത്ത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് തുറക്കാം. അപ്പോൾ തുറക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ സാധാരണ ടൈപ്പിലൊരു പ്ലഗ് ഇൻ ടൈപ്പ് സീലുണ്ട്. ജസ്റ്റ് അതൊന്ന് വലിച്ചെടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ ഇവിടെ തുറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ മനസ്സിലായി അങ്ങനെ തുറക്കാൻ പറ്റത്തില്ല. സൈഡിൽ 2 സീലുണ്ടായിരുന്നു, മറന്നുപോയി. ഇവിടെയുണ്ട്, അപ്പുറത്തുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സീലൊന്ന് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ സർജിക്കൽ നൈഫൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ കത്രിക വെച്ചൊന്ന് വലിച്ചു കീറി വിടുക. അല്ലെങ്കിൽ ഇത് നമ്മളെന്താ ആക്രമണത്തിന് പോകാനാണ് സർജിക്കൽ നൈഫൊക്കെ വെച്ചിട്ട്. ജസ്റ്റ് ഒന്ന് കത്രിക മതി, ആഡംബരമൊന്നും വേണ്ട. ചിലവരെ കണ്ടിട്ടുണ്ട് കോടാലിയൊക്കെ വെച്ചിട്ട് അൺബോക്സ് ചെയ്യാനൊക്കെ വരുന്നവർ. നമുക്ക് കത്രിക അത് മതി. അപ്പോൾ നമ്മുടെ സാധനം തുറന്നു കഴിയുമ്പോഴത്തേക്കിന് ഇതേപോലെ ഒരു നൈസ് ഒരു പാക്കറ്റിലാണ് സാധനം ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വലിച്ചൊന്ന് പുറത്തെടുക്കാം. ഇത് സൈഡിലോട്ടൊന്നും മടങ്ങിയിരിക്കുന്നില്ലല്ലോ. ഓക്കെ. ഇപ്പോൾ നമുക്ക് സൈഡിലോട്ടൊന്ന് പുറത്തെടുക്കാം, വലിച്ച് പുറത്തെടുക്കാം. വെരി വാ. ഇപ്പോൾ ഈ സാധനം നമുക്കൊരു ക്ലോത്തും അല്ല തെർമോക്കോളും അല്ലാത്ത ടൈപ്പിലൊരു തുണി പോലത്തെ സാധനം മെറ്റീരിയൽ കിട്ടുമല്ലോ. നമ്മൾ ഡിസ്പ്ലേ ഒക്കെ മേടിക്കുമ്പോഴത്തേക്കിന് അത് ഇട്ട് വെക്കുന്നത്, അതേപോലത്തെ ഒരു മെറ്റീരിയലാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു യൂസർ മാനുവൽ കിട്ടി. വാ, യൂസർ മാനുവൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു സാധനമാണ്. പിന്നെ ഒരു റെഡ് ഗിയറിൻ്റെ സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടു. സ്റ്റിക്കർ നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. സ്റ്റിക്കർ ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷെ ഒട്ടിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണോ സ്റ്റിക്കർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ യൂസർ മാനുവലിലാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ്വെയർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ CD. വാവ്, റെഡ്ഗിയർ നിങ്ങൾ പൊളിയുക. ഇപ്പോൾ എല്ലാ ഗെയിമിംഗ് എല്ലാ ലാപ്ടോപ്പിലും നമുക്ക് CD ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് CD തന്നത് വലിയ ഉപകാരമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റിയേക്കാം. നിങ്ങൾക്ക് CD കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ റെഡ്ഗിയറിൻ്റെ സൈറ്റിൽ കയറിയാലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് ഈ മോഡൽ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുക, പരിപാടി തുടങ്ങുക.
അപ്പം പ്ലാസ്റ്റിക് എല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്കിന് ഇതാണ് നമ്മുടെ ഐറ്റം. ഇതേപോലെ ഇരിക്കും. അതെൻ്റെ മുകളിൽ തന്നെ സാധനമായിരുന്നു പാക്കറ്റിൻ്റെ. അപ്പം സൈഡിൽ നമ്മുടെ റെഡ് ഗിയറിൻ്റെ RG എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹെഡ്സെറ്റാണ്. നമ്മുടെ ചെവി ഫുള്ള് കവറായിട്ടിരിക്കും. ഇത് പ്ലാസ്റ്റിക് ആയാലും നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതൊരു എന്നുവെച്ചാൽ നമ്മൾ ഒരു പ്രീമിയം ഫീലാണ് ഇത് കാണുമ്പോൾ തന്നെ. എന്നുവെച്ചാൽ നമ്മൾ ലോക്കലാണെന്നേ പറയത്തില്ല. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് നമ്മുടെ വലിച്ചു നീട്ടുന്ന ടൈപ്പിലല്ല, ഒരു ബാൻഡ് ടൈപ്പാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആകും. നമുക്ക് വലിച്ചു നീട്ടിയ തലയുടെ ഷേപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ഈ പ്ലാസ്റ്റിക് കൂടെ നമുക്ക് വലിച്ചു കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിച്ചങ്ങോട്ട് കളയാണ്. തുറക്കാനും അവിടുന്ന് മറ്റേ ടേപ്പൊന്നും ഒട്ടിച്ചേക്കുന്ന സാധനമില്ല, ഒരു ജസ്റ്റ് കേറ്റ് സ്ട്രിങ് റാപ്പ് എങ്ങാണ്ട് ചെയ്ത സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ കണ്ടിച്ച് കളയാം. നമുക്ക് എന്താ വേണ്ടാത്ത സാധനമൊക്കെ ഇതിൻ്റെ നമുക്ക് പാക്കറ്റ് പുതുതായിട്ട് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് കളയാം. പിന്നെ ഇതിൻ്റെ കേബിള് നമുക്ക് ബ്രേഡഡ് കേബിളാണ് വരുന്നത്. അങ്ങനെയാണെന്ന് പറയുന്നത് തോന്നുന്നു. എന്നുവെച്ചാൽ തുണിയൊക്കെ ചുറ്റിയിട്ടുള്ള ടൈപ്പിലെ കേബിൾ, സാധാ റബ്ബർ ടൈപ്പല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ സാധനം ഭയങ്കര കംഫോർട്ടബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഹെഡ് ബാൻഡ്, അതിൻ്റെ മുകളിലത്തെ ഈ പോലത്തെ സാധനം ഇരുമ്പിൻ്റെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ആവുമെന്ന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയൊക്കെ ഇരുന്നാലും സാധനം വളഞ്ഞ് W പോലെയൊക്കെ ആവും. എന്ന് വെച്ച് കയറി ഒന്നും ഇരിക്കാൻ പോകില്ല. ഈ മെറ്റലിൻ്റെ ആണ് പൊട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ്. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഇതാണെങ്കിൽ ഒരു മെറ്റാലിക് സ്പ്രിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ അതിൻ്റെ പുറത്താണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു റബ്ബർ കേസ് പോലെ, ഒരു പ്ലാസ്റ്റിക്കാണോ റബ്ബറാണെന്ന് തൊട്ടാൽ എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് മിക്സ്ഡ് റബ്ബറായിരിക്കുമെന്ന് തോന്നുന്നു. അതേപോലത്തെ ഒരു കോട്ടിങ്ങും ഉണ്ട്. അതുകൊണ്ട് അതിന് അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഡാമേജ് ഒന്നും വരത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ മൈക്രോഫോണിൻ്റെ അറ്റത്ത് ലൈറ്റും ഉണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ളത് ഈ നേരത്തെ പറഞ്ഞ ബ്രേഡഡ് കേബിൾ, ഇത് നല്ല കട്ടിയാണ്. വേണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഒരാളുടെ കഴുത്തൊക്കെ പിടിച്ച് ധരിക്കാനൊക്കെ പറ്റിയ അപകട സാധ്യതയില്ല. അത്രയ്ക്കും കട്ടിയുണ്ട്. ഇപ്പം പെട്ടെന്ന് പൊട്ടിയൊന്നും പോകുന്ന ടൈപ്പിലെ സാധനമല്ല എന്ന് വിചാരിച്ച് നേരത്തെ പറഞ്ഞ കാര്യം ആരും ചെയ്യില്ല. ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ലൈഫ്. നിങ്ങളകത്തും പോകും. പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൺട്രോളറിൻ്റെ ഭാഗത്ത് വരുവാണെങ്കിൽ, കൺട്രോളർ ഒരു ലൈറ്റ് കത്തുന്നൊരു കൺട്രോളറാണ്. എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വോളിയം അപ്പ് കീ ഉണ്ട്, ഡൗൺ ഉണ്ട്, മൈക്രോഫോൺ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റിൽ ലൈറ്റ് കത്തും. ആ ലൈറ്റ് ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും കണ്ടോ നല്ലൊരു വൃത്തിക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ലൈറ്റൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം കുത്തിയിട്ടില്ല. പിന്നെ ഇത് USB ടൈപ്പ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഗോൾഡ് പ്ലേറ്റഡ് ഒന്നുമല്ല, സാധാ ഒരു USB ആണ് വരുന്നത്. പിന്നെ നമ്മളത് കുത്തിയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ RGB ലൈറ്റ് ഇവിടെ കത്തി നിൽക്കും. RGB കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻ ഞാൻ ഇതുവരെ കണ്ടില്ല. എന്നാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ അങ്ങോട്ട് ഒന്ന് മാറിക്കൊണ്ടിരിക്കും. ആംബിയൻറ്റ് ലൈറ്റിംഗ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കളറിൽ നിന്ന് മറ്റേ കളറിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ എടുക്കുമ്പോൾ റെഡ് കളറായിരിക്കും കത്തുന്നത്. പിന്നെ പെതിയെ ഓരോരോ കളർ മാറി കത്തിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇതിന് സൈഡിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മൈക്രോഫോണിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് കണ്ടോ, മൈക്രോഫോണിൽ ലൈറ്റ് കത്തുന്നുണ്ട്, സൈഡിൽ ലൈറ്റ് കത്തുന്നുണ്ട്, റെഡ് കളർ വന്നു. അങ്ങനെ ഓരോ കളറും മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ കുഷൻസ് ഭയങ്കര കംഫോർട്ടബിളാണ് എനിക്ക് തോന്നുന്നു. കംഫോർട്ടബിളായിട്ടാണ് തോന്നിയത്. പിന്നെ ഇപ്പോൾ ഒത്തിരി വലിയ ചെവിയുള്ളവരാണെങ്കിൽ ചിലപ്പം നമ്മുടെ ചെവി അകത്തെ അതിൻ്റെ ബേസിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് നമ്മൾ നെക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ലൈറ്റ് ഓണും ഓഫും ആവും. അത് ഓണും ഓഫും ചെയ്യാൻ വേണ്ടി മാത്രമാണ്, കളർ കൺട്രോൾ ചെയ്യാനല്ല. എന്നുവെച്ചാൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം റെഡാണ് വരുന്നത് പ്രീ ഡിഫാൾട്ടായിട്ട്, എന്നിട്ട് അത് മാറുന്നത്. നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹെഡ്സെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചെവി നല്ല ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കും. പിന്നെ ഇതിനാണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു നോയിസ് ക്യാൻസലേഷനും ഉണ്ട്, അവർ കമ്പനിക്കാർ പറയുന്ന പോലെ. പിന്നെ ആണെങ്കിൽ ഗെയിം കളിക്കാനൊക്കെ നല്ല ഒരു എഫക്റ്റീവായിട്ടാണ്. നമുക്ക് സറൗണ്ട് സൗണ്ടൊക്കെ നല്ലപോലെ കിട്ടും, ഡയറക്ഷനൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂടുതൽ ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കല്ലേ. ബെല്ലൈക്കൻ നിൽക്കിയാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.